നമസ്കാരം BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ ജയിലിന്റെ ശിലാസ്ഥാപനം മുട്ടത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മന്ത്രിമാരായ PJ ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പങ്കെടുത്തു. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു. സിനിമാ സംവിധായകൻ ബ്ലെസ്സി, മന്ത്രി PJ ജോസഫ് തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ മന്ദിരം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. തൊടുപുഴ മേഖലയിൽ നിരവധി സ്കൂളുകൾക്ക് 100 മേനി വിജയം. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് മേഖലാ കൺവെൻഷൻ തൊടുപുഴയിൽ KPCC നിർവാഹക സമിതി അംഗം ആമ്പൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മനസ്സിന്റെ താളം തെറ്റിയവിടെ മാലാഖ സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി ഓർമ്മയായി. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് മൈലക്കൊമ്പ് മടംവക സെമിത്തേരിയിൽ. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ ജയിലിന്റെ ശിലാസ്ഥാപനം മുട്ടത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മന്ത്രിമാരായ PJ ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുട്ടത്ത് ആരംഭിക്കുന്ന ഇടുക്കി ജില്ലാ ജയിലിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മന്ത്രി PJ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ജയിലിന്റെ ശിലാസ്ഥാപന കർമ്മം നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഞാൻ നിർവഹിച്ച വിവരം ആദ്യമായിട്ട് നിങ്ങളെ അറിയിക്കുക. ജില്ലാ ജയിലില്ലാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ സെഷൻസ് ജഡ്ജി K രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, ജില്ലാ കളക്ടർ E ദേവദാസൻ, ജില്ലാ പോലീസ് ചീഫ് ജോർജ് വർഗീസ്, PWD കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ PK സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഷീല സ്റ്റീഫൻ, മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മരിയ ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ NK ബിജു, ജോസ് മുഞ്ഞനാട്ട്, മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷേർലി അഗസ്റ്റിൻ, ഇടുക്കി ജില്ലാ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചിറ്റൂർ രാജമന്നാർ, MV തോമസ്, ഏലിയാസ് വർഗീസ്, H ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജയിലുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ ജയിൽ ശിലാസ്ഥാപന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നമ്മളുടെ ജയിലുകൾ നമുക്കൊരു മോഡേൺ കൺസെപ്റ്റോട് കൂടി പോകണം. ആ ജയിലുകൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. ജയിൽ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ ജില്ലാ ജഡ്ജി തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, CCTV, അതോടൊപ്പം വീഡിയോ കോൺഫറൻസിങ്, ഈ രണ്ട് സംവിധാനവും കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. സമയബന്ധിതമായി അത് പൂർത്തിയാക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്ന നെയ്യാറ്റിൻകര ജയിലിന് 32 പുതിയ പോസ്റ്റ് നമ്മൾ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നെയ്യാറ്റിൻകരയിലെ ജയില് പരിപൂർണമായി നമുക്ക് പ്രവർത്തന യോഗ്യമാക്കാൻ കഴിയും. നമ്മൾ ഈ ജയിലിന്റെ പ്രവർത്തനം അത് മുന്നോട്ട് പോകണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒപ്പിട്ട ഒരു ഫയലുണ്ട്. അതിനകത്ത് ഇതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ വേണം എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായിരുന്നു. ആ സ്പെഷ്യൽ ഓഫീസറെ ഇമ്മീഡിയറ്റായി അനുവദിച്ച് ഈ ജയിലിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. മുട്ടത്തിന്റെ വികസനത്തിന് ജില്ലാ ജയിലും ഭാഗമാകുമെന്ന് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. ജില്ലാ ജയിൽ ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മന്ത്രി PJ ജോസഫ്. 1987 ജില്ലാ ജയിലിനുള്ള സ്ഥലം അനുവദിച്ചുവെങ്കിലും ആവശ്യമായ സാമ്പത്തിക കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കുടുംബ സംഗമം നടന്നു. സിനിമാ സംവിധായകൻ ബ്ലെസ്സി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കുടുംബ സംഗമം സിനിമാ സംവിധായകൻ ബ്ലെസ്സി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഈ അസോസിയേഷന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും
കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം കട്ടപ്പന ഡിവൈഎസ്പി KM ജിജികുമാർ ഉദ്ഘാടനം ചെയ്തു. 2 വർഷം ഓഫീസേഴ്സ് അസോസിയേഷന്റെ എറണാകുളം റൂറൽ ജില്ലാ പ്രസിഡന്റായും 1 വർഷം ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ ഈ 2ാമത്തെ വർഷം പ്രവർത്തിച്ച അവസരത്തിൽ പോലീസിന്റെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KV രാജു അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ബിജു വർഗീസ്, ഡിവൈഎസ്പിമാരായ ജോൺസൺ ജോസഫ്, ബാലചന്ദ്രൻ, ഇടുക്കി എയർ ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡർ PM ജോണി, അസോസിയേഷൻ ഭാരവാഹികളായ KK മണിലാൽ, MK മുരളീധരൻ, GR അജിത്, S ഷാജഹാൻ, PP ജോസഫ്, MS ഷംസ്, AJ റെജി തുടങ്ങിയവർ പ്രസംഗിച്ചു. പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ച ഗാനമേള ശ്രദ്ധേയമായി. ജനമൈത്രി ഓഫീസർ അബ്ദുൽ കരീം, പോലീസ് കോൺസ്റ്റബിൾ ഷംസ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പുതിയ മന്ദിരം പൂർത്തിയായി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. അതാത് സ്ഥലങ്ങളിൽ പഠിക്കാൻ സൗകര്യം ഉണ്ടാകണം. രാജ്യത്ത് അംഗീകരിച്ചൊരു മുദ്രാവാക്യമുണ്ട്, യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ടാകണം, സാർവത്രികമാകണം. ഞാൻ ഉയർത്തിയ മുദ്രാവാക്യമാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നോളജ് ഫെസ്റ്റിന്റെ ഭാഗമായി 1000 പുസ്തകങ്ങൾ 100 കുട്ടികൾക്കായി ഒരുക്കുന്ന സർഗ്ഗവായനയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല നിർവഹിച്ചു. മൂലമറ്റം പവർ ഹൗസിലെ അപകടത്തിൽ മരിച്ച മെറിൻ ഐസക്കിന്റെ പേരിൽ അവരുടെ കുടുംബം ഏർപ്പെടുത്തിയ എൻഡോമെന്റ് തുക കുടുംബാംഗങ്ങൾ മന്ത്രി PJ ജോസഫിന് കൈമാറി. പൂമാല ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് തുക കൈമാറിയത്. ഇക്കൊല്ലത്തെ SSLC പരീക്ഷ ഫലം പ്രഖ്യാപിച്ചു. 93.64 ആണ് വിജയ ശതമാനം. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. VHSCയിലും ഏകജാലക സംവിധാനം കൊണ്ടുവരാണ്. അവസാന അലോട്ട്മെന്റ് 29/6, ക്ലാസുകൾ തുടങ്ങുന്ന തീയതി 2/7. വിജയ ശതമാനം സർവകാല റെക്കോർഡാണെന്ന് മന്ത്രി പറഞ്ഞു. മോഡറേഷൻ നൽകിയിട്ടില്ല. 2758 കേന്ദ്രങ്ങളിലായി 4,69,919 പേരാണ് പരീക്ഷ എഴുതിയത്. പ്രൈവറ്റായി പരീക്ഷ എഴുതിയവരുടെ വിജയ ശതമാനവും ഇക്കുറി റെക്കോർഡിലെത്തി. 81.16 ആണ് പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ വിജയ ശതമാനം. മുൻവർഷം ഇത് 43.36% മാത്രമായിരുന്നു. SSLC പരീക്ഷയിൽ തൊടുപുഴ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിന് 100% വിജയം. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനമാണ് നൂറുമേനി വിജയം നൽകിയതെന്ന് പ്രിൻസിപ്പൽ ഫാദർ തോമസ് മടത്തിനാൽ പറഞ്ഞു. SSLC റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ഒരു മുഹൂർത്തത്തോടു കൂടിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിൽ 5 പേര് ഫുൾ A+ഓടുകൂടി കരസ്ഥമാക്കിയിട്ടുണ്ട്. അവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. തൊടുപുഴ ജയറാണി ഹയർ സെക്കൻഡറി സ്കൂൾ SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ചു. ഇതിന് ആത്മാർത്ഥമായി പരിശ്രമിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രിൻസിപ്പൽ സിസ്റ്റർ മോനിക്ക പൈമ്പിളിൽ അനുമോദിച്ചു. 16ാമത്തെ ബാച്ചാണ്. 2011-2012 ബാച്ച് 147 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 19 കുട്ടികൾക്ക് എല്ലാത്തിനും A+ ഉണ്ട്, എല്ലാ വിഷയത്തിനും. അധ്യാപകരുടെ നല്ല പരിശ്രമമുണ്ട്, അവരുടെ കഠിനാധ്വാനമുണ്ട്, കുട്ടികൾ നന്നായിട്ട് സഹകരിച്ചു. സർക്കാർ സ്കൂളുകൾക്കും 100 മേനി വിജയം നേടാനാവുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. വിജയിച്ചവരെ പ്രിൻസിപ്പൽ T അച്യുതകുമാരി അഭിനന്ദിച്ചു. 2012 മാർച്ച് നടന്ന SSLC പരീക്ഷയിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴയിൽ മുഴുവൻ സഹകരണം നൽകിയ PTA അംഗങ്ങളെയും ഡിപ്പാർട്ട്മെന്റ് അധികൃതരോടും എല്ലാവരോടും ഞങ്ങൾക്ക് അങ്ങേയറ്റം കടപ്പാടുണ്ട്. കേരളത്തിലെ തൊഴിലാളി ക്ഷേമനിധി പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന നയമാണ് തൊഴിൽ വകുപ്പ് കൈയാളുന്നവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് KPCC നിർവാഹക സമിതി അംഗം ആംബൽ ജോർജ് പറഞ്ഞു. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് INTUC തൊടുപുഴ മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു അരിമണിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യവുമായി അത് എടുക്കാൻ പറ്റാത്ത ഒരു ചുമടുമായി
എങ്ങോട്ടോ യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ ഒരു മാളത്തിൽ അത് വേട്ടമുള്ള കാലത്തേക്ക് കരുതി വെക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മോഹനൻ പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ലളിത നാരായണൻ, സണ്ണി ചള്ളവയൽ, MA ഗൗതമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. NSSുമായി യാതൊരു പ്രശ്നവുമില്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുട്ടത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെയ്യാറ്റിൻകരയിൽ സമദൂരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങൾ ശരിദൂരം ശരിദൂരത്തിന് വേണ്ടിയല്ലേ ഞങ്ങളും കാത്തിരിക്കുന്നത്. UDF അനുകൂലമായ ശരിദൂരമായിരിക്കും. NSS ആസ്ഥാനത്തേക്ക് തിരുവഞ്ചൂരിന് മാത്രം പ്രവേശനമില്ലെന്നും കാരണം വേണമെങ്കിൽ പിന്നീട് വ്യക്തമാക്കാമെന്ന് NS ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ? അത് കുഴപ്പമില്ല, അത് അദ്ദേഹം വ്യക്തമാക്കിക്കോട്ടെ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിനുള്ള സാധ്യതകൾ തെളിഞ്ഞതായി മന്ത്രി PJ ജോസഫ് പറഞ്ഞു. മുട്ടത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ഡാമിനുള്ള നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഡാം സുരക്ഷിതമല്ല എന്നല്ലേ അതിന്റെ അർത്ഥം. പുതിയ ഡാമിന്റെ നിർദ്ദേശമുണ്ട്. മുട്ടത്തെത്തിയ മുഖ്യമന്ത്രിക്ക് നിവേദനക്കാരുടെ തിരക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച നിരവധി ആളുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നിവേദനം നൽകി. യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ലയിലെ മേഖലയിൽ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ജില്ലാ ജയിൽ സ്ഥാപിക്കുവാനായി ബഹുമാനപ്പെട്ട കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പഞ്ചദിന സത്യാഗ്രഹം 2 ദിവസം പിന്നിട്ടു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് സത്യാഗ്രഹം നടന്നുവരുന്നത്. സത്യാഗ്രഹത്തിന് അഭിവാദ്യം അർപ്പിച്ച് വിവിധ സംഘടനകൾ സത്യാഗ്രഹ പന്തലിലെത്തി. സിദ്ധാന്തമനുസരിച്ച് സർക്കാർ മേഖലയിൽ സർക്കാർ പണം മുടക്കിക്കൊണ്ട് മാന്യത്തെ മറികടക്കണം, കൂടുതൽ പണം ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങളുടെ വാങ്ങൽ കഴിവ് വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ ദിവസം നിര്യാതയായ പൈങ്കുളം SH ഹോസ്പിറ്റൽ സ്ഥാപക സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരിയുടെ ഭൗതിക ശരീരം തൊടുപുഴ IMA ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. ഡോക്ടർമാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് മൈലക്കുമ്പ് മടംവക സെമിത്തേരിയിൽ നടക്കും. മനസ്സിന്റെ താളം തെറ്റിയവർക്ക് ആശ്വാസം പകർന്ന അവരുടെ മാലാഖയായിരുന്നു സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി. സിസ്റ്ററിനെ കുറിച്ച് ഒരു റിപ്പോർട്ട്. മനസ്സിന്റെ താളം തെറ്റിയവരുടെ രക്ഷകയായി 1/4 നൂറ്റാണ്ടിലേറെ പ്രവർത്തിച്ച സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി ഓർമ്മയായി. മാനസിക ആരോഗ്യ ചികിത്സാ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച അപൂർവം ചിലരിൽ ഒരാളായിരുന്നു സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി. കൂത്താട്ടുകുളത്തിനടുത്ത് പൂവക്കുളം പനച്ചിക്കൽ ജോൺ മറിയാമ്മ ദമ്പതികളുടെ 6 മക്കളിൽ 4ാമതായി 1934 ജനുവരി 28-ന് ജനിച്ച എൽസിയാണ് പിന്നീട് സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി ആയത്. പ്രാഥമിക വിദ്യാഭ്യാസം അമനകര LP സ്കൂളിലും മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിലും സെന്റ് റീത്താസിലുമായി പൂർത്തിയാക്കിയ ശേഷം ഇടുക്കി ജില്ലാ ജയിലിന്റെ ശിലാസ്ഥാപനം മുട്ടത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മന്ത്രിമാരായ PJ ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പങ്കെടുത്തു. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു. സിനിമാ സംവിധായകൻ ബ്ലസി, മന്ത്രി PJ ജോസഫ് തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ മന്ദിരം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. തൊടുപുഴ മേഖലയിൽ നിരവധി സ്കൂളുകൾക്ക് 100 മേനി വിജയം.
തയ്യൽ തൊഴിലാളി കോൺഗ്രസ് മേഖലാ കൺവെൻഷൻ തൊടുപുഴയിൽ KPCC നിർവാഹക സമിതി അംഗം ആമ്പൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മനസ്സിന്റെ താളം തെറ്റിയവിടെ മാലാക സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി ഓർമ്മയായി. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് മൈലക്കൊമ്പ് മടംവക സെമിത്തേരിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.